ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ആദ്യമേ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കണ്ട അഭിപ്രായങ്ങൾ കുറിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇനിയും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിലേക്കും നിങ്ങളുടെ പരിചയക്കാരിലേക്കും ഒക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. നിങ്ങൾക്കറിയാലോ, മിക്കപ്പോഴും ഞായറാഴ്ചയാണ് ഞാൻ വ്ളോഗ് ചെയ്യാറുള്ളത്. ഇന്നും അതുപോലെ ഒരു ഞായറാഴ്ചയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ വീട്ടിൽ മരം വെട്ടുകാർ വന്നിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ലൈനൊക്കെ പോകുന്ന സ്ഥലത്തേക്ക് ഞങ്ങളുടെ ജാതി മരത്തിൻ്റെ ശിഖരങ്ങൾ വലിയ ശിഖരങ്ങൾ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റാൻ വേണ്ടിയിട്ട് മരം വെട്ടുകാർ വന്നിട്ടുണ്ട്. അവരുടെ മോട്ടോറിൻ്റെ ശബ്ദം കേട്ട് ഞങ്ങളുടെ വീട്ടിലെ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഓടി അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മാസിനെ ഉണർത്താൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ചെന്നിട്ടുണ്ട്. ഞായറാഴ്ച സാധാരണ കുട്ടികളൊക്കെ ഇത്തിരി വൈകിയാണല്ലോ ഉണർന്നെഴുന്നേൽക്കാറ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം മരം വെട്ടുകാർ വന്നതുകൊണ്ട് തന്നെ മാസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണ്. അവനെ ഉണർത്തിയെടുക്കുന്നതിനിടയിൽ മറുവാൻ എഴുന്നേറ്റ് താഴത്തേക്ക് പോയി. ജാസ്മിൻ കക്ക ഇറച്ചി ഇറുത്തെടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാനുള്ളതാണ്. ഇന്ന് ഞങ്ങളുടെ നാത്തൂനായ റംസിയുടെ അനിയത്തിയുടെ കല്യാണമാണ്. അപ്പോൾ നഫീസയുടെ കല്യാണത്തിന് പോകേണ്ട ഒരുക്കങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി. ഈ കുഞ്ഞു പൂച്ചയെ മുറ്റത്തുനിന്ന് അപ്പൂന് കിട്ടിയതാണ് കേട്ടോ. വീട്ടുമുറ്റത്ത് ആരോ കൊണ്ടുവിട്ടതോ അല്ലെങ്കിൽ ആ പൂച്ച എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് പെട്ടതെന്നറിയില്ല. അപ്പു ഇതിനെ എടുത്തിട്ട് ദിവസവും നന്നായിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിപ്പൂച്ച ഞങ്ങളുടെ വീട്ടിലെ പൂച്ചകളുമായിട്ട് പെട്ടെന്ന് ചങ്ങാത്തം പ്രാപിച്ചെടുത്തിട്ടുണ്ട്. മറുവാൻ അവയ്ക്കൊക്കെ പാല് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം, ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഞാൻ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുള്ള ദിവസമാണ്. അപ്പോൾ ഒരു പുഡിങ് തയ്യാറാക്കി വെക്കാമെന്ന് കരുതി. കല്യാണത്തിന് എൻ്റെ കൂടെ മറുവാൻ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർ വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ പുഡിങ് തയ്യാറാക്കി വെക്കാനുള്ള ഒരുക്കത്തിലാണ്. നമ്മളിപ്പോൾ ധാരാളമായിട്ട് കാണുന്ന ബിസ്ക്കറ്റാണല്ലോ മാൽക്കിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മാൽക്കിസ്റ്റിൻ്റെ 2-3 പാക്കറ്റ് എടുത്തിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മളൊരു പുഡിംഗ് ട്രേയിൽ നിരത്തി കൊടുക്കണം. പിന്നെ കുറച്ച് ജലാറ്റിന് 1/4 കപ്പ് തണുത്ത വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച 2 പാക്കറ്റ് പാല്. അപ്പോൾ 1 ലിറ്റർ പാല് തിളപ്പിച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടിന്നോളം കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ജലാറ്റിൻ കുതിർത്ത് വെച്ചതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ഈ പാൽക്കൂട്ടൊന്ന് ചൂടാറി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ട്രേയിൽ, ബിസ്ക്കറ്റ് നിരത്തിയിട്ടിരിക്കുന്ന ട്രേക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ടോബ്ലറോൺ ചോക്ലേറ്റ് ആണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ടോബ്ലറോണിൻ്റെ ടേസ്റ്റാണ് ഈ പുഡിങ്ങുമായിട്ട് നല്ല മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. മാൽക്കിസ്റ്റിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവേർഡ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ.
അങ്ങനെ ഈ ടോബ്രോൺ ചോക്ലേറ്റ്സ് കൂടി ചേർത്ത പുഡിങ് നമ്മൾ 20 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചാൽ എളുപ്പം സെറ്റായി കിട്ടും. അങ്ങനെ പുഡിംഗ് ഒക്കെ റെഡിയാക്കി കല്യാണ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ ദില്ലു വീട്ടിൽ വന്നിട്ടുണ്ട്. ദില്ലുവിന് മറ്റൊരു കല്യാണമുണ്ട്. അപ്പോൾ ദില്ലു ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇവിടുന്നാണ് കല്യാണത്തിന് പോകുന്നത്. ഹസ്ബൻഡിൻ്റെ ഉമ്മ വീട്ടിലുണ്ട്. അവരെയൊക്കെ കൂട്ടിയിട്ടാണ് അവർ കല്യാണത്തിന് പോകുന്നത്. എനിക്ക് നാത്തൂൻ്റെ അനിയത്തിയുടെ കല്യാണം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി എൻ്റെ ഉമ്മയും അനിയത്തിയും അനിയന്മാരൊക്കെ കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റംസിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. റംസി വെളുത്ത ഗൗണൊക്കെ അണിഞ്ഞ് സുന്ദരിയായി ഞങ്ങളെ വരവേൽക്കാനായി നിൽക്കുന്നുണ്ട്. റംസിയുടെ ഉമ്മ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു. അങ്ങനെ കല്യാണപ്പെണ്ണിനെയും മണിയറയെയും ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് വീട്ടിലൊരു മണിയറ ഉണ്ടാക്കുമല്ലോ. ഞങ്ങളുടെ കണ്ണൂക്കാർ മരുമക്കത്തായ സമ്പ്രദായമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ അവിടുന്ന് വീട്ടുകാർ വീട്ടിൽ തന്നെ വധുവിനും വരനും ഒരു മുറിയൊക്കെ ഉണ്ടാക്കി വെക്കും. അത് മണിയറയാണ്. മണിയറ കാണൽ ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മളെ നാട്ടിൽ എല്ലാവരും കല്യാണത്തിന് വരുന്ന എല്ലാവരും റൂമും കൂടി പോയി കണ്ടിട്ടാണ് പോകാറ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും ഭക്ഷണത്തിനുള്ള നേരമായി. നല്ല ആവി പറക്കുന്ന അലീസയും ബിരിയാണിയൊക്കെ ആയിട്ട് കിടിലൻ ലഞ്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് എളുപ്പം വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലേക്കെന്ന് വെച്ചാൽ അനിയത്തിയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ ഖത്തറിലേക്ക് പോയ അനിയത്തിയും അവരുടെ ഹസ്ബൻഡും ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവളുടെ ഹസ്ബൻഡ് തിരിച്ച് ഖത്തറിലേക്ക് പോകുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് മുഴുവനായിട്ട് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. വരനൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അനിയത്തിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇവിടെ തൊടിയിൽ ഒരു ചക്കമരത്തിൽ ചക്കയൊക്കെ കായ്ച്ച് കിടപ്പുണ്ട്. അപ്പോൾ അനിയത്തിയുടെ ഭർത്താവ് റഫീഖ് പുതിയാപ്പിള ആ ചക്കയൊക്കെ അറുത്തെടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. വൈകുന്നേരമാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് ചായയും സ്നാക്സൊക്കെ റെഡിയാക്കാനുള്ളത് കൊണ്ട് ഞാനും അനിയത്തിയും ഉമ്മയൊക്കെ ചേർന്ന് പെട്ടെന്ന് തന്നെ സ്നാക്സും ചായയൊക്കെ റെഡിയാക്കി. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പുതിയാപ്പിളയെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാൻ ഹസ്ബൻഡും എൻ്റെ അനിയൻ നബീലും പോയിട്ടുണ്ട്.
അവിടുന്ന് സന്ധ്യ ആകാറായപ്പോൾ ഞങ്ങളുടെ നിലാവിലേക്ക് തിരിച്ചു പോന്നു. ഞാനും മാസിൻ്റെ പ്രാക്കളെയൊക്കെ കൂട്ടിലടക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാസിന് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വ്ളോഗിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ പതിവായി പറയാറുണ്ട്, നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ 2 വാക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുന്നേ. നിങ്ങൾ കുറേ പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും എൻ്റെ വീഡിയോസിനൊരു ചുരുങ്ങിയത് 200-300 വ്യൂസെങ്കിലും കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൽ ലൈക്ക് എന്ന് പറയുന്നത് ഒരു 10ഓ 15ഓ അതിൽ കൂടുതൽ ലൈക്സ് എനിക്ക് കിട്ടാറില്ല. നിങ്ങൾ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ലൈക്കെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആരും ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനോ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായും എന്തെങ്കിലുമൊക്കെ പറയാനും അറ്റ്ലീസ്റ്റ് ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനെങ്കിലും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. എന്തായാലും എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻ്റ് ആയാലും എന്തെങ്കിലുമൊക്കെ നുറുങ്ങ് വിദ്യകളായാലും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്. അപ്പുറത്തെ വീട്ടിൽ ബുക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടേ. എത്ര പ്ലാനറ്റ്സിനെ കാണല്? 7 പ്ലാനറ്റ്സിനെ കാണും.